ഇന്ന് ഇതിനെ പറ്റിയാണ് വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് മറ്റൊന്നുമല്ല, ചെറുപയർ മുളപ്പിച്ചതാണ്. ധാന്യങ്ങളിൽ വച്ച് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ, ഹൈ റിച്ച് പ്രോട്ടീൻ ഉള്ളത് ചെറുപയറിലാണ്. എന്നാൽ ചെറുപയർ പല രീതിയിലും കഴിക്കാം. ഓരോ രീതിയിൽ കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. പല രീതിയിൽ ഇത് കഴിക്കാം. ചെറുപയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏത് രോഗാവസ്ഥയിലും എന്ത് അസുഖം വന്നാലും പനി വന്നാലും എങ്ങനെയായാലും ചെറുപയർ കഴിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. ഡോക്ടർമാരെല്ലാം നമ്മളോട് പറയുന്നൊരു കാര്യമാണ് ചെറുപയർ കഴിക്കാം. അത് എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ ഗവൺമെൻറ് ആശുപത്രികളിൽ പോകുമ്പോൾ കാണാറുണ്ട് അവിടുത്തെ കിടപ്പ് രോഗികൾ കഞ്ഞിയും ചെറുപയറും കഴിക്കുന്നത്. അപ്പോൾ അന്നേ മുതൽ എനിക്ക് മനസ്സിലായി ഏത് അസുഖമുള്ളവർക്ക് ഈ ചെറുപയറാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെറുപയറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് പല രീതിയിൽ കഴിക്കുമ്പോൾ ഗുണങ്ങൾ കൂടി വരും. ഇപ്പോൾ ചെറുപയർ നേരത്തെ സാധാരണ ചെറുപയർ നമ്മളിപ്പോൾ തോരൻ വെച്ച് കഴിച്ചാൽ അതിന് ഗുണം എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടിയാണ് അത് മുളപ്പിച്ച് തോരൻ വെച്ച് കഴിച്ചാൽ. ചെറുപയർ മുളപ്പിച്ച് തോരൻ വെച്ച് കഴിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇരട്ടി ഗുണം കിട്ടും. എന്നാൽ അതിലും ഇരട്ടി 4 ഇരട്ടിയോ അല്ലെങ്കിൽ 5 ഇരട്ടിയോ ഗുണം കിട്ടാവുന്ന രീതിയിൽ ചെറുപയർ നമുക്ക് ഉപയോഗിക്കാം. ആ സംഭവമാണ് ഇത്. മുളപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ 3-4 ഇരട്ടി കൂടുതൽ ഗുണം ഇതിൽ കിട്ടും. ഇപ്പോൾ ആൾക്കാർ ഈ ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ ഈ പ്രോട്ടീൻ കൂടുതൽ ആവശ്യമുള്ളവർക്ക് അപ്പോൾ സാധാരണ കിട്ടുന്ന സോയാബീനിലും മുട്ടയിലും ഒക്കെയാണ് കൂടുതൽ പ്രോട്ടീനുകൾ ഉള്ളത്. പക്ഷേ അതിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ചെറുപയറിലാണ്. അപ്പോൾ അവർ സപ്ലിമെൻ്റൊക്കെ കഴിക്കാറുണ്ട്. ഈ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കണ്ട് അവരോട് പറഞ്ഞ് സപ്ലിമെൻറ്റുകൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അതൊക്കെ പിന്നീട് ദോഷങ്ങൾ വന്നേക്കാം. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. സപ്ലിമെൻ്റ് ദോഷമാണോ നല്ലതാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ സാമാന്യ ബോധം അനുസരിച്ച് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കുന്ന സപ്ലിമെൻറ്റുകളൊക്കെ അപ്പോൾ ഗുണം ചെയ്താലും പിന്നീട് ദോഷം സംഭവിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിനൊന്നും പോകണ്ട. നമ്മളെന്ത് ചെയ്യണം? ഈ ചെറുപയർ മുളപ്പിച്ചെടുക്കുന്നതിൻ്റെ സംഭവം ഞാൻ പറയാം. മുളപ്പിച്ച് തയ്യാക്കി എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ആ വീഡിയോ ആണെന്ന് പറയുന്നത്. അപ്പം ഇതിപ്പോൾ ഞാൻ തോരൻ വെച്ച് കാണിക്കുന്നില്ല. ഇത് കംപ്ലീറ്റ് പറിച്ചെടുക്കുക. ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അതിൻ്റെ വേര് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് കുരുകുരെ അരിഞ്ഞ് ചീരയൊക്കെ തോരൻ വയ്ക്കുന്ന മാതിരി അരിഞ്ഞ് ശരിയാക്കി തോരൻ വെച്ചാൽ മതി. സാധാരണ തോരൻ വയ്ക്കുന്ന മാതിരി. അതിപ്പോൾ ഞാൻ തോരൻ വയ്ക്കുന്ന വീഡിയോ അല്ല ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. ഇവിടെ ഒരുപാട് ഞാൻ നട്ടിരുന്നതാണ്. എലി വന്ന് മാന്തി കളഞ്ഞു. നിങ്ങൾക്കിത് കണ്ടാലറിയാം. ഈ ഭാഗത്തൊക്കെ നിറയെ ഉണ്ടായിരുന്നതാണ്. ഇതുപോലെ നിറയെ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ എലി വന്ന് മാന്തി കളഞ്ഞതാണ്. അപ്പോൾ ഞാനിത് പറിക്കുമ്പോഴേക്കും അടുത്തത് ശരിയാവാൻ വേണ്ടി വേറെ നടാറുണ്ട്. അതിവിടെ മുളച്ച് വരുന്നേ ഉള്ളൂ. മുളച്ച് വരുന്നുണ്ട്. വേറെ നട്ടിരിക്കുന്നത് ഇതൊക്കെ അടിയിൽ കണ്ടോ? ഇതൊക്കെ മുളച്ച് വരുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ ഉള്ളത് മുളച്ച് വരാറായിട്ട് മുളച്ച് വരുന്നു. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാനൊരു കാര്യമുണ്ട്. ഇതിൽ മണ്ണിടുമ്പോൾ ആ കാര്യമാണ് നിങ്ങളെ ശരിക്കും ധരിപ്പിക്കേണ്ടത്. അതാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾക്ക് ഈ വക വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതിന് ഞാൻ ഒരു പിടി നമ്മുടെ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ആ ചെറുപയർ ഇതിൽ ചെറുപയറാണ്. ഈ ചെറുപയർ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചു. രാത്രി ഒരു തുണിയിൽ പൊതിഞ്ഞ് വെച്ചു. ഇതുപോലെ ഒരു തുണിയിൽ പൊതിഞ്ഞ് വെച്ചു. രാവിലെ വെള്ളത്തിലിടുക, രാത്രി ആ വെള്ളത്തിൽ നിന്ന് എടുത്തൊരു തുണിയിൽ പൊതിഞ്ഞ് വച്ച് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നമുക്കിതുപോലെ ഇത് മുളച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുള ഒടിഞ്ഞ് പോവാതെ തന്നെ നമ്മൾ പതുക്കെ എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നിറയെ തുറ്റായിട്ട് ഇടണം. അപ്പോഴാണ്, അല്ലെങ്കിൽ ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നാൽ അത് ചെറിയ കാറ്റ് വന്നാലും ഒടിഞ്ഞ് വീഴും. അപ്പോൾ നിറയെ തുറ്റായിട്ട് ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ കാറ്റ് പിടിക്കില്ല, മറിഞ്ഞ് വീഴില്ല. നമുക്കിത് അധികം വളരാൻ വേണ്ടി നമ്മൾ നിർത്തുന്നതല്ലല്ലോ. അപ്പോൾ ഉടനെ 3 ഇലയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് പറിച്ച് തോരൻ വയ്ക്കുമല്ലേ. അപ്പോൾ എങ്ങനെ ഞാറുപായ മാതിരി ഇട്ടാലും കുഴപ്പമില്ല. നിറയെ ഇടാം. ഇനി ഇതിൽ മണ്ണിടേണ്ടതാണ് ശ്രദ്ധിക്കുന്നത്.
എനിക്ക് കഴിഞ്ഞ തവണ പറ്റിയതാണ്. ഞാനിതിങ്ങനെ വച്ചിട്ട് പുറത്ത് വച്ചിട്ട് രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോൾ എലി കയറി എല്ലാം പറിച്ചു മാറ്റി. ഇതല്ല, വേറെ ഒരെണ്ണം. അത് കഴിഞ്ഞ് ഞാൻ മുളച്ചതിന് ശേഷമാണ് പുറത്ത് വെച്ചത്. പക്ഷേ എന്നിട്ടും എലി കയറി അത് നശിപ്പിച്ചു. അപ്പോൾ നമ്മളിത് 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് പറിച്ച് തോരൻ വയ്ക്കാറാവും. ഇതേപോലെ മണ്ണ് അല്പം വെതറിടാനേ പാടുള്ളൂ. കൂടുതൽ മണ്ണായാൽ ഇത് മുളയ്ക്കില്ല, അവിടെ ഇരുന്ന് തിങ്ങി പോകും. അപ്പോൾ ഈ മണ്ണ് ശ്രദ്ധിക്കാനുള്ളത്, മണ്ണിന് ഈർപ്പം വേണം. നല്ല നനവുള്ള മണ്ണായിരിക്കണം. വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. ഇത് ഇത്രയും വെതറിടാനേ പാടുള്ളൂ മണ്ണ്. ഇനി ഇത് മുളച്ച് വന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 3-4-5-6 ദിവസം കൊണ്ട് നമ്മളിത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി മണ്ണ് ഇങ്ങനെ വെതറിയിടാം. ഇതുപോലെ കുറച്ച് മണ്ണ് ഇതിങ്ങനെ വെതറിയിടാം. അതിന് മുമ്പ് എടുക്കാറില്ല, അതിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇത്രയും മണ്ണ് കൊടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇത്രയും മണ്ണ് ഇട്ട് കൊടുക്കുക. ഒരു 3-4 ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് ഇതേപോലെ വരും. 3 ഇലയാണ് ഭാഗം. 3 ഇല കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളില്ല, ഇല മൂത്ത് പോകും. ഈ പ്രായമാകുമ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത് തോരൻ വയ്ക്കുക. ഇത്രയും ഉയർന്ന നിലവാരത്തിലുള്ള പ്രോട്ടീൻ കിട്ടുന്ന മറ്റൊരു ധാന്യങ്ങളും നിലവിലില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോയാബീനൊക്കെ അത് കഴിഞ്ഞേ ഉള്ളൂ. ചെറുപയറല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചെറുപയർ ഇതുപോലെ ഇലയാക്കി എടുത്താൽ സോയാബീനിലും കൂടുതൽ പ്രോട്ടീനുകളുണ്ട്. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ചെറുപയർ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ 3-4 ഇരട്ടി ഗുണം കിട്ടുന്നു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.